ദൈവം എപ്പോഴും ഈ ഭൂമിയിൽ ദൃഷ്ടി വച്ചിരിക്കുകയാണ്. ദൈവം എപ്പോഴും ഓരോ മനുഷ്യനെയും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഒരിക്കൽ ദൈവം ഈ ഭൂമിയെ ഉറ്റുനോക്കിയപ്പോൾ ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ കൂടെ നടക്കുകയാണ്. അവൻ്റെ പേരാണ് നോഹ. നോഹയുമായി ബന്ധപ്പെട്ട് എബ്രായ ഭാഷയിൽ ബേ എനെ എന്ന് പറയുന്ന ഒരു വേർഡ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ, ദൈവത്തിൻ്റെ കണ്ണുകളിൽ. നോഹയുടെ കാലഘട്ടത്തിൽ അതിക്രമങ്ങളാലും പാപത്താലും നിറയപ്പെട്ട ഒരുപാട് ജനമുണ്ടായിരുന്നു. ആ ലോകം അന്ന് പാപത്താൽ തകർക്കപ്പെട്ടിരുന്നു. ആ സാഹചര്യത്തിൻ്റെ നടുവിൽ ഒരു മനുഷ്യനും ദൈവത്തിൻ്റെ കൂടെ നടക്കാനില്ല. എന്നാൽ ദൈവം ഈ ഭൂമിയിലേക്ക് ദൃഷ്ടി വച്ചപ്പോൾ ദൈവത്തിൻ്റെ കണ്ണുകളിൽ ഒരു മനുഷ്യൻ പെട്ടു. അവൻ്റെ പേരാണ് നോഹ. ഇതിനകത്തു നിന്നൊരു ദൈവശബ്ദം ഞാൻ പറയട്ടെ. ഒരു സാധ്യതയും ഒരു സാങ്കേതികവും ഇല്ലാത്ത സാഹചര്യത്തിൻ്റെ നടുവിൽ നീ ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ തയ്യാറാണെങ്കിൽ നോഹയുടെ മേൽ ദൈവത്തിൻ്റെ കൃപ വീണതുപോലെ നിൻ്റെ മേലും ദൈവം കൃപയുടെ മേൽ കൃപ തരുവാനിടയായിത്തീരും. പുതിയ നിയോഗങ്ങളിലേക്ക്, പുതിയ വഴിത്തിരിവുകളിലേക്ക് ദൈവത്തിൻ്റെ കൃപ നിന്നെ കൊണ്ടുപോകുവാനിടയായിത്തീരും. അതുകൊണ്ട് ഈ നാളുകളിൽ എപ്പോഴും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നമുക്ക് ദൈവത്തിൻ്റെ കൂടെ നടക്കാം. ഈ വചനത്തെ ഏറ്റെടുത്ത് ഈ നാളുകളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. ഈ വചനത്താൽ ദൈവം ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.